ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈക്കി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് ലൈനിങ്ങും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് എടുത്തിട്ടുള്ള 2 മീറ്റർ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത്ത് വരുന്നത് 42 ഇഞ്ചാണ്. നമുക്ക് ലൈനിങ് പീസിൻ്റെ മാക്സിമം ലെങ്ത്ത് കിട്ടുന്നത് 40 ഇഞ്ചാണ് കിട്ടുന്നത്. 2 മീറ്ററാണ് വാങ്ങിയത്. അപ്പോൾ ആ 40 ഇഞ്ചും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അതിന് മുമ്പേ ഞാൻ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 2.25 ആണ് കേട്ടോ. 2.25 ഞാനിത് കഴുത്തിൻ്റെ അകലം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പിന്നീടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്ത് കേട്ടോ. പിന്നെ എടുക്കുന്നത് ഷോൾഡർ. എനിക്ക് ഷോൾഡർ വരുന്നത് 3.25 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അടിച്ച് കിട്ടുമ്പോൾ റെഡിമെയ്ഡ് ടോപ്പിൽ നിന്ന് എടുത്ത അളവാണ്. അപ്പോൾ അടിച്ച് കിട്ടുന്ന അളവ് 3.25 നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒന്നിച്ച് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിക്കൊടുക്കണം. അപ്പം നമുക്ക് അടിച്ച് കിട്ടും 3.25 കിട്ടും കേട്ടോ. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇതിൻ്റെ ഒന്നിച്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ. വെച്ചാൽ നമുക്ക് കഴുത്തടിക്കാനും അതുപോലെ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് 3/4 ഇഞ്ച് വരുന്നത്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഏകദേശം ഒരു 6.25 അടുത്ത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്യാം കേട്ടോ. ആം ഹോള് വരുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. ആം ഹോള് വരുന്നത് നമുക്കിതിവിടെ വെച്ചിട്ട് 6.25 കറക്റ്റ് അല്ലേ നോക്കാം കേട്ടോ. 6.25 ഇത് വളഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ഇത് ഇവിടത്തേക്ക് നമ്മുടെ 6.25 എടുത്ത് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വീതി തന്നെ നമുക്കിത് ഇവിടെയും വേണം കേട്ടോ. നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞൊന്നും പോകാൻ പാടില്ല. നമുക്കത് ഇവിടെ കിട്ടി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ചെസ്റ്റ് വരുന്ന 9 ഇഞ്ച് ആണ് കേട്ടോ. ചെസ്റ്റ് 9 ഇഞ്ചിൻ്റെ ഒന്നിച്ച് തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചാണ് കൂട്ടിക്കൊടുക്കുന്നത്. 10.5 ഇഞ്ച് ഇതുപോലെയാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ചെസ്റ്റ്, ഇത് നമ്മുടെ തയ്യൽ തുമ്പ്. ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത്, ഷോൾഡർ ടു വേസ്റ്റ് വരെ ലെങ്ത്ത് വെച്ചാൽ 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 13 ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് അളവ് വരുന്നത് 8.25 കേട്ടോ. അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 8.25 ഇതാ ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഇത് ഇവിടെ കൊടുക്കാം കേട്ടോ. അടുത്തത് വരുന്നത് ഷോൾഡറിന് നമ്മുടെ സൈഡ് ഓപ്പൺ അല്ലേ ടോപ്പ് വരുന്നത്. അപ്പോൾ ഓപ്പൺ വരെയുള്ള ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ ഓപ്പൺ വരെയുള്ള ലെങ്ത്ത് ഷോൾഡർ ടു 19.5 വരുന്നത്. അപ്പോൾ 19.5 വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടി 20 ഇഞ്ചിൽ. കാരണം നമ്മൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് അധികം എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ കറക്റ്റ് ആ 1 ഇഞ്ച് നമുക്ക് ഇവിടെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തും അതിനുശേഷം നമുക്ക് അവിടുത്തെ വീതി നോക്കാം കേട്ടോ. അവിടുത്തെ വീതി വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. നമുക്കത് ഇതുപോലെ വെച്ചിട്ട് അവിടുത്തെ വീതി 10 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പിന് കറക്റ്റ് 1 ഇഞ്ച് മാത്രമേ കൊടുക്കണ്ടൂ കേട്ടോ. അധികം കൊടുക്കണ്ട, കാരണം നമുക്കത് മടക്കി അടിച്ചു കൊടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ കറക്റ്റ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിക്കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇവിടുന്ന് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഷേപ്പ് കൊടുക്കാം, വേസ്റ്റിൽ നിന്ന് നമ്മുടെ ഹിപ്പിലേക്ക് ഷേപ്പ് കൊടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം കേട്ടോ, കാരണം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ താഴത്തെ വീതി നോക്കാം. താഴത്തെ വീതി വെച്ചാൽ 10.25 കേട്ടോ വരുന്നത്. അവിടുന്ന് തന്ന അളവിന്ന് എടുത്ത ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴത്തെ വരുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ 10 എടുത്ത്, ഇവിടെ വലിയ വീതിയില്ല, 10.25 വരുന്നത്. 10.25 മാർക്ക് ചെയ്യാം. 10.25 ഒന്നിച്ച് നമുക്ക് തയ്യൽ തുമ്പിന് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ എടുക്കുന്ന നമ്മുടെ താഴത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ്, വലിയ ഷേപ്പില്ല എന്നാലും ജസ്റ്റ് ഒരു ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ആം ഹോൾ വരക്കാം. ആം ഹോൾ ഇപ്പോൾ 6 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 ഇഞ്ച് കിട്ടും. ആ 3 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ, അതായത് കറക്റ്റ് നമ്മുടെ ഈ ചെസ്റ്റ് അളവിലേക്ക് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മുടെ ഈ ചെസ്റ്റ് അളവ് വരുന്നില്ലേ, ആ വരുന്നിടത്തേക്ക് വേണം നമ്മുടെ ഇത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആം ഹോള് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രണ്ടിലത്ത് കുറച്ചും കൂടി കുഴിച്ചിട്ട് വരക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു 3 ഇഞ്ചിൽ തന്നെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിക്ക് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് പുറത്തേക്ക്. അതിന് മുമ്പ് ഷോൾഡർ ചെരിവ് കൊടുക്കേണ്ട, അതൊക്കെ വിട്ടുപോയിട്ടോ. ഷോൾഡർ ചെരിവ് കൊടുക്കാനുണ്ട്, ചെറുതായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ചെരിവ് നമുക്കത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട്. ചെറിയൊരു ഷോൾഡർ ചെരിവ്. അപ്പം നമ്മുടെ
6 ഇഞ്ച് ഷോൾഡർ ചെരിവ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ കൊടുക്കാം. ഇത് എല്ലാവരും കൊടുക്കാറില്ല. അതിന് ശേഷം 9 ഇഞ്ച് 9 ഇഞ്ച് ഇവിടെ വരും കേട്ടോ. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സെൻറ്റർ വരുമ്പോൾ 3 ഇഞ്ച് ഇവിടെയാണ് 3 ഇഞ്ച് വരൽ. ഇവിടെ നിന്ന് വേണം നമ്മുടെ ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയുള്ള അളവൊന്നും മാറ്റണം. നമ്മൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അത് ബാക്കിയിലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു 3 ഇഞ്ച് കൊടുത്തില്ലേ, ഇത് ഇവിടെയല്ല 3 ഇഞ്ച്, ഈ 3 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇവിടുന്നേ കൊടുക്കുന്നില്ല, കുറച്ച് ഇവിടുന്നായിട്ടാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ വരക്കുക, അതായത് സ്ട്രെയിറ്റ് സ്കെയിൽ കൊണ്ട് ഈ ഒരു പോയത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് എന്ന് വേണം ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുഴിച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഫ്രണ്ട് താംഹോള് ഇതിപ്പോൾ കുറേ വരയായതുകൊണ്ട് മനസ്സിലായ. ഇത് നമ്മുടെ കുറച്ച് താഴ്ന്നു കൊടുക്കും. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആം ഹോള്, ഇത് നമ്മുടെ ബാക്കിലത്തെ ആം ഹോള്. മനസ്സിലായില്ലേ? ഇനി നെക്കിൻ്റെ നോക്കാം. നെക്കിന് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം 2.25 വരുന്നത്. 2.25 കഴുത്തിൻ്റെ അകലം എടുത്തത്. നമുക്ക് നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ ക്യാൻവാസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്കിലത്തെ ഇറക്കം വരുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് ബാക്കിൽ 4 ഇഞ്ച് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഒരു ബാക്ക് പീസിൻ്റെ അളവിലെ കൂടി വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസിൽ നിന്ന് ഒരെണ്ണം മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ താംഹോൾ വഴി കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ താംഹോൾ വഴി കട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ മെയിൻ ക്ലോത്തും കൂടി വെച്ചിട്ട് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് താംഹോൾ വെച്ച് കട്ട് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് വിട്ടാൽ ഫ്രണ്ടിലേക്ക് ക്യാൻവാസ് വെക്കാമെന്ന് വിചാരിച്ചേ, പിന്നെ എനിക്ക് മടിയായി. ഞാൻ ഇതുപോലെ നെക്ക് ലൈനിങ് നല്ല തുണി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ള. നമ്മുടെ വിടുത്ത് 2.25 തന്നെയാണ് കേട്ടോ. നമ്മുടെ നല്ല വശം എടുക്കാം കേട്ടോ. നല്ല വശത്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൗണ്ടിൽ നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ് പീസ് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ. ഇവിടെ നെക്ക് അടിച്ചു കേട്ടോ. നെക്ക് അടിച്ചതിന് ശേഷം ഇതുപോലെ ഈ നമ്മുടെ ലൈനിങ് പീസിൻ്റെ മുകളിലേക്ക് കൂടി പ്രസ് സ്റ്റിച്ചും കൂടി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഫിനിഷ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട് മൊത്തത്തിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതായത് പ്രസ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ചും കൂടി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ലൈനിങ്ങും നല്ല തുണി നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തു. ആ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ അടിവശം നമുക്കിത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് വേണം, മടക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് ടച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തിനോട് നമ്മുടെ ഫ്രണ്ട് വശത്ത് നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്യണം. ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഷോൾഡർ ജോയിൻ അതുപോലെ ഓപ്പോസിറ്റ് വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെക്കുക. നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് സ്ലീവിൻ്റെ നോക്കാം കേട്ടോ. ബാക്ക് നമ്മൾ നെക്ക് നല്ല വശത്തെ കൂടി സ്റ്റിച്ച് കൊടുത്ത് ഫുള്ള് ഫ്രണ്ട് ചെയ്താണ് ഫുള്ള് ടച്ച് ചെയ്ത് എടുത്തു കേട്ടോ. ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി വെച്ചിട്ട് ഫുള്ള് ടച്ച് ചെയ്ത് എടുത്തും. നമുക്ക് സ്ലീവിൻ്റെ നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നതും 11.5 ഇഞ്ചാണ് കേട്ടോ. 11.5 ഇഞ്ചിൻ്റെ വെച്ച് തൈ എടുത്തുമ്പോൾ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 13 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവിൻ്റെ എടുക്കുന്നത്, ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഈ 13 ഇഞ്ച് വരുന്നിടത്ത് നമുക്കത് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. പിന്നെ എടുക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണ് നമ്മുടെ ചെസ്റ്റ് അളവ്, ആ കറക്റ്റ് ചെസ്റ്റ് അളവാണ് നമ്മുടെ മുകൾ വശത്ത് എടുക്കേണ്ടത്. എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്കും 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 9 ഇഞ്ചിൽ നിന്ന് താഴത്തേക്കുള്ള ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെ 3 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ താഴത്തെ കൈയിൻ്റെ വീതി വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. 5 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നേരത്തെ 9 എടുക്കുമ്പോൾ ഇവിടെ ഏകദേശം 9.5 കിട്ടും, നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. 9.5യുടെ സെൻറ്റർ ഇതുപോലെ വെച്ചാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ, അതായത് ഇതുപോലെ ടാപ്പ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി, എല്ലാം നല്ല നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവ് വരച്ചു കൊടുക്കുക. ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് താഴ്ത്തണം കേട്ടോ. 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ആ 1/2 ഇഞ്ചിലേക്ക് കൂടിയിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടത്തെ നമ്മുടെ ഇത് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, ഏതാ ആം ഹോള്, അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിവശം മടക്കി അടിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ക് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ലീവ്. എന്നിട്ട് നമുക്കിതിങ്ങനെ വിടർത്തി കൊടുക്കാം. വിടർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല വശം ഒരുമിച്ച് വേണം വരാൻ വേണ്ടിയിട്ട്. നല്ല വശം ഒരുമിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരാം, മനസ്സിലാവുമല്ലോ. നല്ല വശം ഇതാ, ഇത് കണ്ടില്ലേ, ഇത് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വലിയ ഷേപ്പൊന്നുമില്ല, ചെറിയ രീതിക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. ജസ്റ്റ് ചെറിയൊരു ഷേപ്പ്, അതായത് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ മതി കേട്ടോ. സെൻറ്ററിലേക്ക് എത്തണമെന്നില്ല, കുറച്ച് ഈ ഒരു പോയിന്റ് വരെ ഇങ്ങനെ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഫ്രണ്ട് പീസ് നമുക്കിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അതാ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം എന്ന് മനസ്സിലാവാൻ ചെറിയൊരു കട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം മടക്കി അടിച്ചിട്ട് സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ കട്ടിട്ട വശം ഫ്രണ്ടിലേക്ക്, അതായത് നമുക്കിപ്പോൾ ഇതുപോലെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ, ഫ്രണ്ട് വശം വരുന്നത്. ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് വശമല്ലേ വരേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെയാണല്ലോ നമ്മൾ സ്ലീവ് വെക്കുന്നത്. അപ്പോൾ ഈ കട്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പോൾ കട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ വന്നു, അതായത് ഈ സെൻറ്ററിലേക്ക് നമ്മുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്ററല്ല, ഈ ഒരു നോച്ച് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വരണം. അതുപോലെ ഓപ്പോസിറ്റ് വശം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കൽ. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു കട്ട് ഈ ഒരു സെൻറ്ററിലായിട്ടായിരിക്കും വരില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കൽ. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വെക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മുന്നത്തെ വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ടും അതെടുത്ത് മാറ്റിയോടാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളർ കാണുന്നത് ടേബിൾ. ഇത് ജോയിൻ്റ് ആക്കിയതാണ്, ഫുൾ അവിടെ ഇവിടെയൊക്കെ ജോയിൻറ്റ് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. ശേഷം നമ്മുടെ സെൻറ്ററിന് മെഷർമെൻറ്റ്, നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നമ്മുടെ സെൻറ്റർ നോക്കുക. സെൻറ്റർ കണ്ടുപിടിച്ച് മെഷർമെൻറ്റ് 9 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. അതുപോലെ സെൻറ്ററിന് വേസ്റ്റ് മാർക്ക് ചെയ്തു. ഹിപ്പിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് ലെങ്ത്ത് നോക്കിയിട്ട് എവിടെയാണ് വരുന്നത് നോക്കിയിട്ടും ആ കട്ട് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1 ഇഞ്ചല്ലേ വിട്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കാം. 1/2 ഇഞ്ച് മടക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇപ്പുറം വശത്തേ കൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് നമ്മുടെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സ്ലിറ്റ് വരെ ഹിപ്പ് വരെ അടിച്ചില്ലേ, ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് വന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. പിന്നെ ഇവിടുന്ന് താഴത്തേക്ക് അതേപോലെ തന്നെ നമുക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ അടിവശം കൂടി മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. സൈഡ് ഓപ്പണൊക്കെ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, 1 ഇഞ്ച് വെച്ചടിക്കുന്ന സമയത്ത് നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.